ഗുരുദേവൻ നാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ശുദ്ധി പഞ്ചകം. ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം ജീവിതത്തെ കളങ്കരഹിതവും ശുദ്ധവുമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ സ്വീകരിക്കേണ്ട 5 ശുദ്ധികളെ പറ്റി ഇവിടെ പറയുന്നു. ദേഹശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവയാണ് ആ ശുദ്ധികൾ. ദിവസവും ശുദ്ധജലത്തിൽ സ്നാനം ചെയ്യുക. കണ്ണുകൾ, കാതുകൾ, പല്ലുകൾ ഇത്യാദിയെ ശുചിയായി വയ്ക്കുക. ശുദ്ധവസ്ത്രം ധരിക്കുക. കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണപാനീയങ്ങൾ ശുദ്ധമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ദേഹശുദ്ധിയുടെ കാര്യങ്ങളാണ്. ആർജവം അഥവാ വക്രതയില്ലായ്മ, കരുണ, സ്നേഹം, മൃദുവായ സ്വഭാവം, ധൈര്യം, വിദ്വേഷമില്ലായ്മ, ലജ്ജ, ഏകാഗ്രത ഇത്രയും ഗുണങ്ങൾ ചേർന്നാൽ മനഃശുദ്ധിയായി. മനഃശുദ്ധിയുണ്ടായാൽ സ്വഭാവശുദ്ധിയുമായി. ഇവയ്ക്ക് വിപരീതങ്ങളായ വക്രത, ക്രൂരത, വൈര്യം, കഠോരത, ഭീരുത, വിദ്വേഷം, നിർലജ്ജത, ചഞ്ചലത എന്നീ വികാരങ്ങൾ മനസ്സിനെ മലിനമാക്കുന്ന ദുർഗുണങ്ങളാണ്. മനസ്സിന്റെ മാലിന്യങ്ങളായ ഇവയെ ഉപേക്ഷിക്കേണ്ടതാണ്. വാക്ശുദ്ധി. ഉച്ചരിക്കുന്ന വാക്കുകൾ സ്ഫുടവും വ്യക്തവുമായിരിക്കണം. കേൾക്കുന്നവർക്ക് ഇമ്പമാകും വിധം മാധുര്യമായ വാക്കുകൾ ഉച്ചരിക്കണം. വാക്കുകൾ ആകർഷണീയവും സഭ്യവുമായിരിക്കണം. സത്യമേ പറയാവൂ, എന്നാൽ അത് മറ്റുള്ളവർക്ക് ഹിതകരവുമായിരിക്കണം. ഇപ്രകാരമുള്ള വാക്ശുദ്ധിയോടു കൂടി സംസാരിക്കുന്നവൻ സമൂഹത്തിൽ എല്ലാവരുടെയും പ്രിയപാത്രമായി തീരും. അവന് ശത്രുക്കൾ ഉണ്ടാവുകയില്ല. അങ്ങനെ അയാൾക്ക് നിർവിഘ്നമായി ജീവിതം നയിക്കാൻ സാധിക്കും. ഇന്ദ്രിയ ശുദ്ധി എന്നാൽ അയുക്തമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇന്ദ്രിയങ്ങളെ അനാവശ്യമായി ലാളിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക എന്നിവയാണ്. മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെടാതെയും നിയന്ത്രിതമായും സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം. ഇന്ദ്രിയ ശുദ്ധി ഇല്ലെങ്കിൽ മനഃശുദ്ധിയും ഉണ്ടാവുകയില്ല. ഭവനം ആവശ്യത്തിന് പ്രകാശവും വായുസഞ്ചാരവും ഉണ്ടായിരിക്കത്തക്ക വിധത്തിൽ വാതായനങ്ങളോട് കൂടിയത് ആയിരിക്കണം. ഗൃഹത്തിനുള്ളിൽ വൃത്തിഹീനമായ വസ്തുക്കൾ ഉണ്ടാകരുത്. ഗൃഹവും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം. മലമൂത്രാദി വിസർജ്യങ്ങൾ ദൂരീകൃതമാക്കണം. ഇവയെല്ലാമാണ് ഗൃഹശുദ്ധിയിൽ പ്രധാനം. ശുദ്ധമായ അന്തരീക്ഷത്തിലെ ശുദ്ധമായ മനസ്സും പ്രവൃത്തിയും ഉണ്ടാകുകയുള്ളൂ. മേൽപ്പറയപ്പെട്ട പഞ്ചശുദ്ധികൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ഐശ്വര്യവും സുഖവും ആരോഗ്യവും ദീർഘായുസ്സും ഉത്സാഹവും സൽകീർത്തിയും മേൽക്കുമേൽ അഭിവൃദ്ധിയും ഉണ്ടാകും. അവരുടെ ജീവിതം സഫലമായി തീരും.